വിദ്യാസാഗർ ഗുരുമൂർത്തി, കഴിഞ്ഞ ദിവസമാണ് ഈ സലഫി പ്രസ്ഥാനമായിട്ടുള്ള വിസ്ഡം അവർ അന്യ സംസ്ഥാന മുസ്ലിം തൊഴിലാളികളുടെ ഒരു യോഗം വിളിച്ചത്. അത് പല സ്ഥലങ്ങളിലായിട്ട് അങ്ങനെയുള്ള യോഗം വിളിക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കുന്നവർ ബംഗാളികളാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമുക്കറിയാലോ, കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും ഇപ്പോൾ ബംഗ്ലാദേശികളാണുള്ളത്. ഇടയ്ക്കൊരു ബംഗ്ലാദേശി വേട്ടയുണ്ടായിരുന്നു, ഇപ്പോൾ അത് തൽക്കാലം അവസാനിപ്പിച്ചിരിക്കുക. ഇത് എല്ലാം ചേർത്ത് വായിക്കേണ്ടതല്ലേ? ഞാൻ അങ്ങയുടെ മുമ്പുള്ള പല ചർച്ചകളും പറഞ്ഞല്ലോ, ഈ വിസ്ഡംകാര് ക്ലാസ് കൊടുക്കുന്നുണ്ട് ഇവർക്ക്, അത് പറഞ്ഞു ഓർക്കുന്നില്ലേ? അതെ അതെ. ഇവർക്ക് രാത്രി കാലങ്ങളിൽ 10 മണി മുതൽ 11 മണി വരെയുള്ള 1 മണിക്കൂർ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഏരിയകളിൽ വെച്ചിട്ട് ഇവർക്ക് പൊതുസ്ഥലങ്ങളിൽ വെച്ച് ഈ ജിഹാദി ക്യാമ്പയിനിങ് നടക്കുന്നുണ്ട്. ദാവ പ്രവർത്തനം, അവർ പറയുന്ന മത പഠനം നടക്കുന്നുണ്ട്. ഇത് കൊടുക്കുന്ന ആളുകൾ കൃത്യമായി ബംഗാളികളല്ല, മിക്ക പേരും ബംഗ്ലാദേശികളാണ്. ഇത് വരുന്ന ഒരു വലിയ ഭീകരാക്രമണത്തിന്റെ മുന്നൊരുക്കമായിട്ട് ഞാൻ പലപ്പോഴും നമ്മുടെ ജനം ടി വിയിൽ തന്നെ പറഞ്ഞിരുന്നു. ബിക്കോസ് ജനം ടി വി ഇസ് ദി ഓൺലി ചാനൽ വിച്ച് ഡേഴ്സ് ടു ഓപ്പൺ എക്സിബിറ്റ് ദീസ് പീപ്പിൾ. ഇവരെ ശരിക്കും തുറന്ന് പ്രദർശനത്തിൽ വെക്കുന്ന ഒരു ചാനൽ എന്ന നിലയ്ക്ക് എക്സ്പോസ് ചെയ്യുന്ന ഒരു ചാനൽ ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ മറ്റ് ചാനലുകളൊന്നും ചർച്ചയ്ക്ക് പോലും എടുക്കില്ല. ഈ ഒരു വിഷയം വന്നാൽ അവർ കണ്ണടച്ചു കളയും. അവരൊരിക്കലും ഇത് എക്സ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ചാനലുകളാണ്. നമ്മൾ ഇവിടെ പലപ്പോഴായി പറഞ്ഞ വിഷയമാണിത്. അനിൽജിയുടെ ചർച്ചയിൽ തന്നെ ഞാൻ പറഞ്ഞതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇഫ്താർ എന്ന് പറയുന്ന ആ ഒരു പരിപാടി ഒരു ഒളിച്ചു കടത്തലാണ്. അതായത് സമാജത്തിലെ എല്ലാ ഭാഗത്തിലെ ആളുകളെ ഞങ്ങൾ ക്ഷണിക്കുന്നു, ആഹാരം, വിഭവസമൃദ്ധമായ ആഹാരം കൊടുക്കുന്നു, സ്നേഹം പങ്കിടുന്നു എന്ന ഒരു പുകമറയ്ക്ക് പുറകിലൂടെ ഒളിച്ചു കടത്തപ്പെടുന്നത് എന്താണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് ഇപ്പൊ ഞാൻ ഒരു ജിഹാദിയുടെ ഭക്ഷണം പോയി കഴിച്ചാൽ എന്റെ മനസ്സിൽ അവനോട് അറിയാതെ ഒരു വിധേയത്വം രൂപപ്പെടുകയാണ്, അല്ലേ? ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അവരുടെ വിരുന്നുണ്ടതല്ലേ എന്നൊരു വിധേയത്വം രൂപപ്പെടുത്തി എടുക്കുകയാണ് എല്ലാ രാഷ്ട്രീയക്കാരെയും. ഞാൻ ചോദിക്കട്ടെ, പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി എല്ലാവരും ഒരുമിച്ചാണ് ഇതിൽ മത്സരിക്കുകയാണ്. ഇവരാരും ഒരു ശ്രീകൃഷ്ണ ജയന്തിയോ ഒരു ശിവരാത്രിയോ നമ്മുടെ നിയമസഭയിൽ അവരുടെ അംഗങ്ങൾ എന്താണ് ആഘോഷിക്കാത്തത്? അവിടെ എന്താ ഹിന്ദുക്കളോട് സാഹോദര്യം വേണ്ടേ? ഓണം ആഘോഷിക്കുന്നത് മതേതര ഉത്സവമായിട്ടാണ്. വെറുതെ പൂക്കളിട്ട് പോവാണ്, പൂക്കളിട്ട് പായസം കുടിച്ച് പോവാണ്. അതിൽ there is no religious custom maintained. അതുപോലെ സെക്രട്ടേറിയറ്റിന് അകത്ത് പാടില്ല, പുറത്തേ പാടില്ല പൂക്കളം. ആരിഫ് എന്തോ പറയട്ടെ. അല്ല, അത് ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോർമുല അല്ലേ? അതറിഞ്ഞ ഈ ചോദ്യം ഉണ്ടാവില്ല എന്നാ ഞാൻ പറയുന്നത്. അതായത് ഇന്ത്യയിൽ നിങ്ങൾ ഒരു രാഷ്ട്രീയക്കാരനാവുമ്പോൾ നിങ്ങൾ മതേതരനാണ് എന്ന് കാണിക്കാൻ എന്താ വേണ്ടത്? നിങ്ങൾ ഹിന്ദുവിനെ കുറ്റം പറയാ, ഹിന്ദു ആചാരങ്ങളെ തള്ളി പറയാ. നിങ്ങൾ അതേപോലെ തന്നെ നിങ്ങളൊരു പുരോഗമനവാദിയാണെന്ന് കാണിക്കാനും എളുപ്പം അതാണ്. അതേസമയം നിങ്ങൾ വളരെയധികം മാനവിക മൂല്യവും അതുപോലെ മതസ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുന്ന ആളാണെന്ന് കാണിക്കാൻ എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക? അത് ഇസ്ലാമിനെ ചേർത്ത് പിടിക്കുക. അതായത് നിങ്ങൾ പുരോഗമനവാദിയാകാൻ നിങ്ങൾ ഒപ്പോസ് ഹിന്ദുയിസം, നിങ്ങൾ മതേതരനാകാൻ അപ്പീസ് ഇസ്ലാം. ഇത്രയേ ഉള്ളൂ അതിനകത്ത് വരുന്നത്. ഇത് തുടങ്ങി വെച്ചത് നമ്മുടെ ഫാദർ ദിനേശനാണ്. അതായത് നമ്മുടെ ഗാന്ധി തുടങ്ങി വെച്ചൊരു പാരമ്പര്യമാണത്, ഇസ്ലാമിനെ ചേർത്ത്. നവഖാലിയിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെടുന്ന സമയത്ത് ഗാന്ധിജി പറഞ്ഞത്, നിങ്ങൾ എല്ലാം മൗനമായി സഹിക്കുക. അവർ നമ്മളെ റേപ്പ് ചെയ്യപ്പെട്ട സ്ത്രീകളോട് പറയുന്നത് നിങ്ങൾക്ക് അവരോട് ക്ഷമിക്കുക എന്നാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഭീകരവാദത്തെ വളരെയധികം വെള്ളപൂശിയതിൽ കോൺഗ്രസ് വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഹിന്ദുക്കളെ സത്യം പറഞ്ഞാൽ പ്രതികരണമില്ലാത്ത വിഡ്ഢികളാക്കി മാറ്റിയത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ സംഭാവനയാണ്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന് മേലെ ഒരു ഇത് വെച്ചല്ലോ, നമ്മുടെ സിംഹങ്ങളെ വെച്ചപ്പോ സിംഹങ്ങൾക്ക് ക്രൗര്യം കൂടിപ്പോയി എന്നാ കോൺഗ്രസ് പറഞ്ഞു. സിംഹം പിന്നെ പുല്ല് നിന്ന് കാണിക്കണോ, പാല് കുടിച്ച് കാണിക്കണോ? അപ്പൊ അതാണ് കോൺഗ്രസിന് വേണ്ടത്. ഈ തീരെ പ്രതികരണ ശേഷിയില്ലാത്ത ജിഹാദികളുടെ പുറം തലോടി കൊടുക്കുന്ന ഹിന്ദുക്കളെയാണ്. അങ്ങനെ ഒരുപാട് പേര് ഉണ്ടാക്കി കഴിഞ്ഞു അവർ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയും മത്സരിക്കുകയാണ്. ആരാണ് കൂടുതൽ ചിക്കൻ കട്ട്ലറ്റ് വാങ്ങിക്കൊടുക്കേണ്ടത്, ആരാണ് കൂടുതൽ പട്ടുറുമാല് കൊടുക്കേണ്ടത്, ഇങ്ങനെ മത്സരിക്കുകയാണ്. ഇത് മറ്റൊരു മതത്തിന്റെ കാര്യത്തിൽ ഈ ദാക്ഷിണ്യവും ദയവും കാണിക്കുന്നില്ല. അപ്പൊ ഇത് വളരെ അപകടകരമായ പോക്കാണ്. ഞാൻ പറഞ്ഞൊരു കാര്യം, ഇപ്പോ ഷാഫി ചാലിയം പലതും പറഞ്ഞ് ന്യായീകരിച്ചു പോട്ടെ, അത് സ്ഥിര ന്യായീകരണമാണ്. ഷാഫി ചാലിയത്തിന്റെ ന്യായീകരണത്തിൽ എനിക്ക് ഭയമില്ല. കാരണം ആരിഫ് ഹുസൈന്റെയും മറ്റ് എക്സ് മുസ്ലിമുകളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന എക്സ്പ്ലനേഷൻസ്, അല്ലെങ്കിൽ ഇതിന്റെ ഖുറാനെ ശരിക്കും വിമർശിച്ചുകൊണ്ടുള്ള പാഠങ്ങൾ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് എനിക്കിതിൽ ആശങ്കയില്ല. അയാൾ എന്തെങ്കിലും വിഡ്ഢിത്തരം പറഞ്ഞിട്ട് അതിനെയൊക്കെ കൃത്യമായിട്ട് ഇഴകേറി അവർ പരിശോധിച്ച് ആരിഫ് ഹുസൈന്റെ ചാനലിലും അതുപോലെ മറ്റ് ഇതുപോലെ യുക്തിവാദികളുടെ ചാനലുകൾ ഉണ്ട്. അതുകൊണ്ട് ഞാനായിട്ടത് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിലൊരു കാര്യത്തിന് അയാൾ മറുപടി പറഞ്ഞില്ല.
ഇത് ഒരു സ്വാതന്ത്ര്യ സമരമാണെങ്കിൽ, ഇഫ് ഇറ്റ് ഇസ് എ ജിയോളജിക്കൽ കോൺഫ്ലിക്ട്, ഇതൊരു ഭൂമിശാസ്ത്രപരമായ കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ മതപരമായ കോൺഫ്ലിക്റ്റ് ആയതുകൊണ്ടാണ് ഇത് മാറ്റമില്ലാതെ തുടരുന്നത്. ഈ ക്രൂരതയെല്ലാം കാണിക്കുന്നത് മതപരമായ ഒരു കോൺഫ്ലിക്റ്റ് ആണ്. ഇത് ഗസയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ നടക്കുന്ന ഈ പ്രവർത്തനം ഒരു മതപരമായ കോൺഫ്ലിക്റ്റ് ആണ്. അതിനെ അങ്ങനെ വായിക്കരുത് എന്ന് പറയുന്നവർ രണ്ടുപേരാണ്, ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും രണ്ട് ഇസ്ലാമിസ്റ്റുകളും. ഈ രണ്ടു കൂട്ടർക്കും ഏക ലക്ഷ്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എക്കാലത്തും പറയുന്നൊരു കാര്യം ഇസ്ലാം പോരാളികളാണെന്നാണ്. ഇപ്പം ഈ അടുത്ത കാലത്ത് വരെ അതാണ് അവർ പറയുന്നത്. അതിന് കാരണം എന്താണ്? ഇവർ രണ്ടുപേരും ഏതോ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇവർ മീറ്റ് ചെയ്യുന്നുണ്ട്. അത് അപകടകരമായ ഒരു മീറ്റിംഗ് ആണ്. ഞാൻ പണ്ടും പറഞ്ഞിരുന്നു, ഈ കേരളത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ പൂർണ്ണ പരാജയമല്ലേ. മുക്കും മൂലയിലും ബംഗ്ലാദേശികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവർക്ക് ഈദ് വിരുന്നും അവർക്ക് മതപരമായ ക്ലാസും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എന്തിന്റെ മുന്നൊരുക്കമാണെന്ന് അറിയാൻ ഇവിടുത്തെ ഇന്റലിജൻസ് സംവിധാനത്തിന് പറ്റുന്നില്ലേ? അഥവാ ഇന്റലിജൻസ് ഓൾറെഡി ഇതിനെപ്പറ്റി അവെയർ ആണെങ്കിൽ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? ഇതിന്റെ പിന്നിൽ വളരെ ശക്തമായ ജമാഅത്തെ ഇസ്ലാമിയുടെ ബൗദ്ധിക പ്രവർത്തനമുണ്ട്. അത് മുന്നോട്ട് നേരത്തെ ആരിഫ് പറഞ്ഞ പോലെ സോളിഡാരിറ്റി അടക്കമുള്ള സംഘടനകൾ നിരോധിക്കപ്പെടാനുള്ള മറ്റൊരു കാരണമായി തീരും. പിന്നെ ഈ വിസ്ഡം എന്ന് പറയുന്ന സംഘടന ഏതാണെന്ന് അറിയാമോ? വയനാട്ടില് ഒരു ഖബർ, അതായത് ഒരു മുസ്ലിം സിദ്ധൻ എന്ന് പറയുന്ന അവരുടെ ഈ സുന്നികളുടെ ഒരു മുസ്ലിം സിദ്ധന്റെ കുടീരം, ശവകുടീരം പോയിട്ട് രാത്രിയിൽ വെട്ടിപ്പൊളിച്ചവരാണ്. അതായത് ഇസ്ലാമിന്റെ അകത്ത് തന്നെ ക്ലിയർ കട്ട് സെലഫിസം മാത്രമേ പാടുള്ളൂ, യാതൊരു തരത്തിലും അള്ളാഹു അല്ലാതെ മറ്റൊരു ഇതിനോടും ആരാധിക്കരുത്, ജാറങ്ങളോട് പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്ന ശുദ്ധവാദികളായിട്ടുള്ള, ശുദ്ധവാദി ഇൻ ദ സെൻസ് ഇസ്ലാമിക ശുദ്ധവാദികളായിട്ടുള്ളവരാണ് അവർ. അത്രയും റിജിഡ്, അതെ, പ്യൂരിറ്റാനിസം, അതായത് വളരെ റിജിഡ് ഫണ്ടമെന്റൽ റിലീജിയസ് എക്സ്ട്രീമിസം ഉള്ളവരാണ്. അവർ ഇവിടെ വളർന്നു വരുന്നു. ഓരോ പഞ്ചായത്തിലും അവർക്ക് 1000 പേരെ സംഘടിപ്പിക്കാൻ പറ്റുന്നുവെങ്കിൽ വളരെ അപകടകരമാണ്. വളരെ മാത്രമല്ല, ഇതിപ്പോ നമ്മളിവിടെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഇതിന് ലീഗൽ നടപടികൾ വേണം. ഇവിടെ ജസ്റ്റിസ് കെ ടി ശങ്കരൻ പറഞ്ഞു ലവ് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞതിന് അയാളെ കൊല്ലുമെന്ന് പരസ്യമായിട്ട് വെല്ലുവിളിച്ചവരാണ് ഇവിടെ SDPIക്കാർ, ഓർക്കുന്നില്ലേ? ഒരു ജസ്റ്റിസിനോട് അങ്ങനെ പറയാൻ മാത്രം ഉണ്ടെങ്കിൽ ഇവര് അപകടകരമായ വളർച്ചയാണ് കേരളത്തിൽ. പെരുമ്പാവൂര്, ആലുവ. പറഞ്ഞോളൂ ആരിഫ്, പറഞ്ഞോളൂ. അല്ല, ആഡ് ചെയ്യാനുള്ള കാര്യത്തിൽ നമ്മളിവിടെ ആശങ്കകൾ പങ്കുവെക്കുന്നു, ഈ വിഷയത്തെ കാണാൻ നമുക്ക് സാധിക്കുന്നു, ഇത് ചർച്ച ചെയ്യുന്നു. ഞാനിതിൽ ശുഭാപ്തി വിശ്വാസമുള്ള ആളാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ആയിരിക്കും ഈ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ശവക്കുഴി എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ പറയാം. പണ്ട് ആരിഫെ 93 നമ്മുടെ കോഴിക്കോടൊക്കെ ഉള്ള മതിലുകളിൽ പിന്നെ RSSകാര് എഴുതി വെച്ചു, ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപികരീയസി, പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരമാണെന്ന് RSS എഴുതി വെച്ചു. തൊട്ടപ്പുറത്ത് ഇവർ എഴുതി വെച്ചു, പിന്നെ എന്താണ്, പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരമല്ല എന്ന്. അപ്പോൾ തിരിച്ചതിന് മറുപടിയായിട്ട് RSSകാർ അന്ന് കേരളത്തിലെ മതിലൊക്കെ എഴുതി വെച്ചൊരു വാക്യമുണ്ട്, ഇസ്ലാമിന്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെ. ഒറ്റ കാര്യം ഞാൻ പറയുന്നതിന്റെ കാരണം വേറൊന്നാണ്. അതായത് ഇവിടെ ഈ ഇസ്ലാമിക തീവ്രവാദത്തെ എതിർക്കാൻ പാകത്തിനുള്ള ഒരു വളരെ വലിയ സമൂഹം ഇവിടെ ഉണ്ട്. അതിലൊരു വലിയ പങ്ക് ഇവിടുത്തെ ഈ സമാധാനപ്രിയരായ, ദേശത്തെ സ്നേഹിക്കുന്ന, മതത്തിന് അതീതമായിട്ട് ചിന്തിക്കുന്ന സെക്യുലർ ആയിട്ടുള്ള ഹിന്ദു മതവിശ്വാസികൾ തന്നെയാണ്. രണ്ടാമത് അതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന എക്സ് മുസ്ലിങ്ങളെ പോലെയുള്ള മറ്റു ഒരുപാട് ആളുകൾ മതത്തിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ഇത് രണ്ടും കൂടി ചേർന്ന് കഴിയുമ്പോൾ ഇതൊരു വലിയൊരു ഒരു സമൂഹമായിട്ട് മാറുകയും ഈ തീവ്രവാദത്തെ നമുക്ക് മാറ്റി നിർത്തി ഇതിനെ ഒറ്റപ്പെടുത്താനും നമുക്ക് സാധിക്കും. അങ്ങനെ ഒരു സാധിക്കുന്ന ഒരു വലിയൊരു നാട് അത് ലോകത്തുണ്ടെങ്കിൽ അത് ഇന്ത്യ മാത്രമായിരിക്കുന്നതാണ് ഞാൻ എപ്പോഴും. കേന്ദ്രത്തിന്റെ ഇടപെടൽ വളരെ ആവശ്യമായിട്ടുള്ള സമയമാണ്. അതാണ് കാരണം നിങ്ങളെ പോലെയുള്ള ഹമാസിനെ ഭീകരവാദ സംഘടനയായിട്ട് പ്രഖ്യാപിക്കുക, പ്രഖ്യാപിച്ചാൽ മാത്രം മതി, ബാക്കിയൊക്കെ. ശ്രീ ബി രാധാകൃഷ്ണൻ, താങ്കളെ അത് പ്രത്യേകം നോട്ട് ചെയ്യുക, ശ്രദ്ധയിൽപ്പെടുത്തുക. അല്ല, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞവർക്ക് ജനങ്ങൾ തന്നെ കേരളത്തിലും ഭാരതത്തിലുമൊക്കെ തിരിച്ചറിഞ്ഞ് മറുപടി പറയുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ആശങ്കയ്ക്ക് ഭാരതത്തെ സംബന്ധിച്ച് അതിന് തീർച്ചയായിട്ടും ആശങ്കയുണ്ട്. എങ്കിലും അതിനെ പരിഹരിക്കാനും പ്രതിരോധിക്കാനുമുള്ള സംവിധാനവും ഇവിടെയുണ്ട്. അത് ശക്തമായി തന്നെ, കാരണം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ എവിടെയുമില്ലാത്ത രീതിയിൽ വൈവിധ്യത്തിലെ ഏകതയെ അടിസ്ഥാനമാക്കി മുന്നോട്ട് പോകുന്ന വലിയ ആശയവും
ആ പ്രത്യയശാസ്ത്രവും എല്ലാം ഭാരതത്തിന് സ്വന്തമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ അല്ലെ വിശ്വാസിയെ മുഴുവൻ ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ അതേസമയം തന്നെ ആ വിശ്വാസത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഭീകരതയെ ഇല്ലാതാക്കാൻ തീർച്ചയായിട്ടും ഭാരതത്തിന് കഴിയും. ഹിന്ദു ആചാരങ്ങളെ ഇല്ലാതാക്കാൻ ഇവിടെ അർബൻ നക്സലിന്റെ പേരിലോ മറ്റു രീതിയിലോ ഒക്കെ പരിശ്രമിക്കുമ്പോൾ ഹിന്ദുവിന്റെ ആരാധനാ സമ്പ്രദായത്തിന്റെ ഭാഗമായിരുന്ന തൃക്കാക്കരയപ്പനും തിരുവോണവും ഒക്കെ മതേതരമാക്കി മാറ്റിയെങ്കിൽ അതേപോലെ ഓരോ ക്ഷേത്രവും ഓരോ ആരാധനാ സമ്പ്രദായവും മുഴുവനായി മതേതരമാക്കിക്കൊണ്ട് ഹിന്ദുവിനെ തന്നെ ഇല്ലാതാക്കാമെന്ന് വ്യാമോഹിക്കുന്നുവെങ്കിൽ അവര് മൂഢസ്വർഗത്തിലാണ്. അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. മറിച്ച് അതെല്ലാം ആ ആശയത്തിന്റെ പ്രസക്തി അത് തുടരും. എന്നാൽ അതേസമയം തന്നെ ഭീകരത ഇവിടെ നശിക്കുകയും ചെയ്യും, സംശയമൊന്നുമില്ല. അതിനെ നശിപ്പിക്കാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ശക്തമായ ഭരണ സംവിധാനം ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. ഓക്കെ.